പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് തൃത്താലയിലെ 51 കുടുംബങ്ങൾക്ക് LDF സർക്കാർ പട്ടയം നൽകിയത്. MP രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്തവണത്തെ പട്ടയ വിതരണത്തിലൂടെ പാലിക്കപ്പെട്ടത്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി എന്ന തങ്ങളുടെ സ്വപ്നമാണ് LDF സർക്കാർ ആ കുടുംബങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കിയത്. തൃത്താല മണ്ഡലത്തിലെ 51 കുടുംബങ്ങൾക്കാണ് തങ്ങളുടെ ഭൂമിക്ക് പട്ടയങ്ങൾ ലഭിച്ചത്. 4.5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നിയമക്കുരുക്കുകൾ പരിഹരിച്ച് LDF സർക്കാർ ഇവർക്ക് പട്ടയങ്ങൾ അനുവദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രി MP രാജേഷ് നൽകിയ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു തൃത്താലയിൽ അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുമെന്നത്. LDF സർക്കാർ നടപ്പാക്കുന്ന ഭൂരഹിത കേരളം പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് തൃത്താലയിലും പട്ടയങ്ങൾ അനുവദിക്കുന്നത്. പട്ടയം വാങ്ങാനെത്തിയപ്പോൾ കറുത്തേടത്ത് കോളനിയിലെ കുഞ്ഞിക്കോരന്റെ സഹധർമ്മിണി രാധയുമുണ്ടായിരുന്നു. ഭർത്താവ് കുഞ്ഞിക്കോരനാണ് പട്ടയത്തിന് അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ പിണറായി സർക്കാർ അനുവദിച്ച പട്ടയം വാങ്ങാൻ കുഞ്ഞിക്കോരൻ ഉണ്ടായിരുന്നില്ല. പകരം പട്ടയം ഏറ്റുവാങ്ങിയത് രാധയായിരുന്നു. വിതുമ്പിക്കൊണ്ട് രാധ മന്ത്രിയിൽ നിന്നും പട്ടയം ഏറ്റുവാങ്ങുന്ന സമയത്ത് ശ്രീ കുഞ്ഞിക്കോരൻ ജീവനോടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഏറ്റുവാങ്ങുന്നത്. ആൺതുണയില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന തനിക്ക് ഭൂമിയുടെ പട്ടയം ലഭിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മന്ത്രി MP രാജേഷ് നൽകിയ വാക്കാണ് പാലിക്കപ്പെട്ടതെന്നും അതിന് സർക്കാരിനോടും മന്ത്രിയോടും നന്ദിയുണ്ടെന്നും രാധ പറഞ്ഞു. 13 കൊല്ലമായി ഞങ്ങൾക്ക് പട്ടയം കിട്ടാതെ കിടന്ന് അടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ MP രാജേഷ് നിൽക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ MP രാജേഷ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പട്ടയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ജയിച്ചു പോയാൽ ഞങ്ങൾക്ക് പട്ടയം എന്തായാലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള അപേക്ഷകളൊക്കെ ഞങ്ങൾ MP രാജേഷിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ 10 വീട്ടുകാർക്കും ഞങ്ങൾക്ക് സന്തോഷമായി തീർന്നു. സമാനമായ കഥയാണ് പട്ടയം ലഭിച്ച 51 കുടുംബങ്ങൾക്കും പറയാനുള്ളത്. പട്ടയ വിതരണത്തിനെത്തിയ മന്ത്രിക്കൊപ്പം ചുവടുവെച്ചാണ് അവർ തങ്ങളുടെ സന്തോഷം പങ്കുവച്ചത്. കൈരളി ന്യൂസ്, പാലക്കാട്.